വിദ്യാർത്ഥികളെ, നോൺ ഫെറസ് മെറ്റലിലും ത്രെഡ് കട്ടിങ്ങിലും ഫെറസ് മെറ്റലിനൊപ്പം ഫിറ്റിംഗിനൊപ്പം നെഗറ്റീവ് റേറ്റ് ടൂൾ പ്രാക്ടീസ് ചെയ്യുക എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സ്റ്റേണലിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യുക. ഫെറസ്, നോൺ ഫെറസ് മെറ്റീരിയലുകൾക്കുള്ള എക്സ്റ്റേണൽ ത്രെഡുമായി ഇന്റേണൽ ത്രെഡ് മാച്ച് ചെയ്യുക. മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്: ലാത്ത്, coolants, thread cutting tools, thread gauges, tabs and dies for ferrous metals, wrenches or spanners, thread lockers. Process: raw materials inde size പരിശോധിക്കുക. ജോബിൽ നിന്ന് 20 mm അകലെ പിടിച്ച് ശരിയാക്കുക. ഒരറ്റത്തെ ഫേസ് ചെയ്യുക. mm 15 mm നീളത്തിലേക്ക് ടേൺ ചെയ്യുക. ചേംഫർ 1x45 ഡിഗ്രി. ജോബ് തിരിച്ചു പിടിച്ച് ഹോൾഡ് ചെയ്യുക. മറ്റേ അറ്റം മൊത്തം നീളം 25 mm നിലനിർത്തുക. ഡയാമീറ്റർ 30 mm ബാലൻസ് നീളത്തിലേക്ക് ടേൺ ചെയ്യുക. ചേംഫർ 1x45 ഡിഗ്രി വരെ. ത്രെഡിന്റെ കോർ ഡയാമീറ്റർ 21 mm ദ്വാരം തുറന്ന് ഡ്രിൽ ചെയ്യുക. ഇന്റേണൽ മെട്രിക് 2.5 mm പിച്ച് ത്രെഡ് മുറിക്കുക. ത്രെഡുകളുടെ രൂപീകരണം പരിശോധിക്കുക. എക്സ്റ്റേണലും ഇന്റേണലുമായ ത്രെഡ് ഘടകങ്ങൾ ഘടിപ്പിക്കുക. ടാസ്ക് 2 and 3. ഈ വീഡിയോയിൽ നമ്മൾ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും ഫെറസ്, നോൺ ഫെറസ് മെറ്റീരിയലുകൾക്കുള്ള എക്സ്റ്റീരിയർ ത്രെഡുമായി ഇന്റേണൽ ത്രെഡ് മാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നും പഠിച്ചു. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഫലപ്രദമായ മറ്റൊരു അത്ഭുതകരമായ ആശയം ഞങ്ങൾ കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.